കുറെ കാലങ്ങൾക്ക് ശേഷം നല്ല രീതിയിൽ ഒരു ഷോപ്പിംഗ് ചെയ്യാൻ പറ്റി. ആ ഷോപ്പിംഗ് എല്ലാം നീയല്ലേ ചെയ്തത്? ആരാ നിന്നോട് വേണ്ടാന്ന് പറഞ്ഞത്? പൈസ വേണമെങ്കിൽ ഞാൻ തരാമായിരുന്നല്ലോ. അങ്ങനെയല്ല, ഈ മോളിലെ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല. ഓ, പിന്നെ നിന്റെ പഴഞ്ചൻ രീതികൾ. ശരി, വാ നമുക്ക് എന്തെങ്കിലും കുടിക്കാം. നമുക്ക് ഇളനീർ കുടിച്ചാലോ? എന്താ, ഇളനീരോ? ശരി, അങ്ങനെ തന്നെ ആകട്ടെ. പൂജയും പൂനവും കോളേജിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. എന്നാൽ അവരുടെ സ്വഭാവം വളരെ വ്യത്യസ്തമായിരുന്നു. പൂജയ്ക്ക് നഗരത്തിന്റെ കാഴ്ചകളും അവിടുത്തെ ജീവിതത്തെയും വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ പൂനത്തിന് ഈ തിരക്കുകളും പരിഷ്കാരങ്ങളും ഒന്നും അത്രയ്ക്കിഷ്ടമായിരുന്നില്ല. വാവ്, നല്ല രസമുണ്ട്. എന്ത് രസം! ഒരു മധുരമുള്ള വെള്ളം. അല്ലാതെ ഈ ഇളനീരിന് എന്ത് രസമാണ് ഉണ്ടാകേണ്ടത്? വിഷം ചേർത്ത് കൂൾ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ നിനക്ക് എന്ത് രസമാണ് തോന്നുന്നത്? അതിനകത്ത് സോഡയുണ്ട്, ഫിസ് ഉണ്ട്. അത് കുടിച്ചാൽ ദാഹവും ക്ഷീണവും മാറുന്നു. അടിപൊളി റിഫ്രഷിംഗ് ഫീലാണ് ഉണ്ടാകുന്നത്, യുനോ. ഓഹോ, എങ്കിൽ മാഡം പൂജ, ഈ ഇളനീർ കുടിക്കുമ്പോൾ ഞാനും റിഫ്രഷ് ആകുന്നുണ്ട്. മനസ്സിലായോ? ശരി ശരി, നീ ജയിച്ചു, ഞാൻ തോറ്റു. കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ വീടുകളിലേക്ക് യാത്ര തിരിച്ചു. അടുത്ത ദിവസം കോളേജിൽ. പൂനം, ഞാൻ ടിഫിനിൽ സാൻഡ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. ഞാൻ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്കത് വേണോ? വേണ്ട, എനിക്കത് വേണ്ട. മാങ്ങയ്ക്ക് എന്താ കുഴപ്പം? വല്ലപ്പോഴും അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കൂ. ഞാൻ മാമ്പഴമൊക്കെ ഒത്തിരി കഴിച്ചിട്ടുണ്ട്. എന്തൊക്കെ കെമിക്കൽസ് ആണ് ഇതിൽ കുത്തിവെക്കുന്നതെന്ന് നിനക്കറിയാമോ? അത് ചീത്തയാകാതിരിക്കാനും പെട്ടെന്ന് പഴുക്കുന്നതിനും മാവുകളിൽ മലിനജലം പോലും ഒഴിക്കാറുണ്ട്. എന്ത് മലിനജലമോ? നമുക്ക് ഈ നഗരത്തിൽ കുടിക്കാൻ പോലും ശുദ്ധജലം കിട്ടാനില്ല. അപ്പോൾ ഈ മരങ്ങളിൽ മിനറൽ വാട്ടർ എടുത്ത് ഒഴിക്കുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? ആ, നീ പറഞ്ഞത് വളരെ ശരിയാണല്ലോ. പക്ഷെ ഈ മാങ്ങകൾ നഗരത്തിൽ നിന്നല്ല. ഇത് എന്റെ അയൽപക്കത്തുള്ള അങ്കിൾ അവരുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഒരെണ്ണം കഴിച്ചു നോക്കൂ. ഈ മാമ്പഴത്തിന് നല്ല സ്വാദുണ്ടല്ലോ. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നല്ല മാമ്പഴം ഞാൻ കഴിക്കുന്നത്. ഇത്ര നല്ല മാങ്ങ ഗ്രാമങ്ങളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. എന്നും ഗ്രാമത്തിലെ മാങ്ങ കഴിക്കണമെങ്കിൽ ഗ്രാമത്തിലെ ആളെ കല്യാണം കഴിക്കണം. അപ്പോൾ ഡെയിലി മാമ്പഴം കഴിച്ചുകൊണ്ടിരിക്കാം. അത് ശരി തന്നെയാണ്. പക്ഷേ ഗ്രാമങ്ങളിൽ മോളും സിനിമാ ഹാളും ഉണ്ടാകുമോ എന്തോ. പൂജയുടെ വർത്തമാനം കേട്ട് പൂനത്തിന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വിധി മറ്റൊരു കളിയാണ് കളിച്ചത്. പൂജയുടെ പപ്പയുടെ കൂട്ടുകാരൻ ഗ്രാമത്തിൽ വലിയൊരു കർഷകനായിരുന്നു. അവർ രണ്ടുപേരും കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാണ്. പിന്നീട് പൂജയുടെ പപ്പ നഗരത്തിലേക്ക് വരികയായിരുന്നു. കാലങ്ങൾ കടന്നുപോയപ്പോൾ സൗഹൃദം ബന്ധത്തിലേക്ക് വഴിമാറി. പൂജയുടെ വിവാഹം അരുണിന്റെ മകൻ ആരുഷുമായി നടന്നു. ഒരു ദിവസം. നിനക്ക് ഗ്രാമം ഒട്ടും ഇഷ്ടമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, അങ്ങനെയല്ല. കുട്ടിക്കാലം മുതൽ നഗരത്തിൽ പഠിച്ചു വളർന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് നഗരം കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. പക്ഷെ എനിക്കിവിടം വളരെ ഇഷ്ടമാണ്. ഞാനും ഇവിടെയല്ലേ ജനിച്ചു വളർന്നത്. എന്റെ അപ്പൂപ്പൻ പറഞ്ഞത് നിനക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ്. ഹേയ് പൂജാറാണി, നീ ശരിക്കും ഗ്രാമത്തിലെ ആളായി മാറിയല്ലേ? എന്ത് ചെയ്യാനാ, പപ്പ പറഞ്ഞു ഞാൻ വിവാഹം കഴിച്ചു. നീ പറ്റില്ല എന്ന് എന്താ പറയാത്തത്? പക്ഷേ എനിക്ക് ആരുഷിനെ ഇഷ്ടപ്പെട്ടു. പിന്നെ അയാളെ കല്യാണം കഴിച്ചാൽ ഗ്രാമത്തിലേക്ക് വന്നല്ലേ പറ്റുകയുള്ളൂ. ആ, അത് ശരിയാണ്. പിന്നെ കയ്പും മധുരവും ഒരുമിച്ച് കിട്ടുകയില്ലല്ലോ. അവിടെ നിനക്ക് എല്ലാ സാധനങ്ങളും നല്ല ശുദ്ധമായി കിട്ടുന്നുണ്ടാവുമല്ലോ. ഇളനീരും ഇഞ്ചക്ഷൻ വെക്കാത്ത മാമ്പഴവും എല്ലാം. അതെ, ആ കാര്യം നീ പറഞ്ഞത് വളരെ ശരിയാണ്. ആരുഷും അവന്റെ ഫാമിലി മെമ്പേഴ്സും എല്ലാം ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെ എന്നും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. വേറൊരു കാര്യം അറിയാമോ? എന്താ, പറയൂ. ഞങ്ങളുടെ വീട് മാന്തോട്ടത്തിന്റെ തൊട്ട് ചേർന്നാണ്. എന്തൊരു ഫീലാണെന്നറിയാമോ? ഏ, ശരിക്കും? അതെ, ശരിക്കും വലിയൊരു വീടും അതിനു ചുറ്റും ഏകദേശം ഒരു 300-400ഓളം മാവുകളും ഉണ്ട്. എടി, എനിക്ക് നിന്നോട് വല്ലാത്ത അസൂയ തോന്നുന്നു. ആയുഷ് എന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അയാളുടെ കല്യാണം എന്തായിരുന്നാലും കഴിഞ്ഞു മാഡം. എന്തായാലും ഇവിടേക്ക് കാണാൻ നീ ഇങ്ങോട്ട് വാ. പപ്പ പറഞ്ഞു അടുത്ത മാസം മുതൽ മാങ്ങ കിട്ടിത്തുടങ്ങുമെന്ന്. ശരി, ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പൂജയുടെ അമ്മായി ആരതി അവളെ വിളിച്ചു. പൂജ, അവിടെ മുറിയിൽ എന്ത് ചെയ്യുകയാണ്? പുറത്തേക്ക് വരൂ. ദാ വരുന്നു അമ്മേ. ഞാൻ മുളക് അച്ചാർ ഇടാൻ പോവുകയാണ്. നീയും പഠിച്ചോളൂ. അതോ നിനക്കിത് ഇടാൻ അറിയാമോ? എനിക്കറിയില്ല അമ്മേ. അത് സാരമില്ല, ഇന്ന് നമുക്ക് മുളക് അച്ചാർ ഇടാം. അത് കഴിഞ്ഞ് മാങ്ങ അച്ചാർ തയ്യാറാക്കാം. പൂജയും ആരതിയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പൂജയുടെ അമ്മായിയച്ഛൻ അരുൺ അവിടേക്ക് വന്നു. അമ്മയും മരുമകളും എന്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? ഞാൻ പൂജയ്ക്ക് മുളക് അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പക്ഷേ മാങ്ങ അച്ചാർ ഇതിനേക്കാളും രുചികരമാണ്. ഈ മാന്തോട്ടത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ ലഭിക്കുമായിരിക്കും അല്ലേ പപ്പ? ഇത്രയധികം മാങ്ങ ഉപയോഗിച്ച് അങ്ങ് എന്താണ് ചെയ്യുന്നത്? മോളെ, മാങ്ങ മുഴുവനും നിന്റെ ഭർത്താവും നിന്റെ അമ്മയും കൂടി തിന്നു തീർക്കും. കുറച്ചു ബാക്കി വരുന്നത് ഒരു കച്ചവടക്കാരന് കൊടുത്ത് അതിന്റെ പണം ഞാൻ വാങ്ങും. അങ്ങക്ക് എങ്ങും പോകാതെ തന്നെ അതെല്ലാം കൊടുക്കാൻ കഴിയുമല്ലോ. ആ, അതൊക്കെ ശരിയാണ്. പക്ഷെ ആ കച്ചവടക്കാരൻ വളരെ കുറച്ച് വിലയേ ഇടാറുള്ളൂ. എന്നുവെച്ചാൽ ഗ്രാമത്തിൽ ഒരുപാട് പേർക്ക് മാന്തോട്ടങ്ങളുണ്ട്. കുറച്ച് വിലയ്ക്ക് മാങ്ങ കൊടുക്കുന്നവരുടെ അടുക്കൽ നിന്നും ഈ കച്ചവടക്കാരൻ വാങ്ങും. അതുകൊണ്ട് വില പേശി വിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഗ്രാമവാസികൾ മുഴുവൻ നഷ്ടത്തിലാണ് മാങ്ങ വിൽക്കുന്നത്. എന്ത് റേറ്റിനാണ് അവരെടുക്കുന്നത്? 100 കിലോ വിൽക്കുമ്പോൾ 1500 രൂപ അടുപ്പിച്ചേ കിട്ടാറുള്ളൂ.
അപ്പോൾ ഒരു കിലോയ്ക്ക് വെറും 15 രൂപയോ? നമ്മുടെ നഗരത്തിൽ ഇത്രയും മധുരമുള്ള മാങ്ങയ്ക്ക് കിലോയ്ക്ക് 80 മുതൽ 100 രൂപ വരെയാണ് വാങ്ങുന്നത്. അതൊക്കെ എനിക്കറിയാം. അത് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത് കേട്ട് പൂജ ആകെ അസ്വസ്ഥയായി. കുറച്ചു ദിവസം കഴിഞ്ഞ് അവളുടെ കൂട്ടുകാരി പൂനം ഗ്രാമത്തിലേക്ക് എത്തി. ആ നഗരത്തിലെ 9 മണി മുതൽ 5 മണി വരെയുള്ള ജോലിയും മെട്രോയിലുള്ള 3 മണിക്കൂറിലേറെ നീണ്ട യാത്രയും വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെ. ഇവിടെ എന്തുമാത്രം ശാന്തിയും സമാധാനവുമാണ്. ഒരു മിനിറ്റ്, നീ ജോലിക്ക് കയറിയോ? ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലാണ്. സാലറി ഒന്നും അത്രയ്ക്കില്ല. എനിക്ക് ഒരു ജോലിയുമില്ല. എന്നാലും ഇവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്. തോട്ടത്തിലെ പണിക്കാരും മറ്റ് ജോലികൾ ചെയ്യുന്നവരുമായി കുറേ പേർ. പൂനവും പൂജയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമം കാണാനായി പുറത്തേക്കിറങ്ങി. പകുതിയോളം മാങ്ങകൾ വിറ്റു. 100 കിലോയ്ക്ക് 1400 രൂപയെ കിട്ടിയോളൂ. ഇത് വളരെ കുറവാണെങ്കിൽ അങ്ങേക്ക് നേരിട്ട് നഗരത്തിൽ മാങ്ങ കച്ചവടം ചെയ്തുകൂടെ? നഗരത്തിൽ നമുക്ക് ആരെയും അറിഞ്ഞുകൂടല്ലോ. അവിടെ ചെന്നിട്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി നമുക്ക് മാങ്ങ വിൽക്കാൻ കഴിയുമോ? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് അവർ ആലോചിച്ചു. പൂജ, എന്റെ കയ്യിൽ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. ഇത് പറഞ്ഞ് പൂനം പൂജയുടെ വീട്ടുകാരെ മുഴുവൻ വിളിച്ചു. നമ്മൾ ഇവിടെ നിന്ന് മാങ്ങയുടെ കച്ചവടം നടത്തും. ഈ ഓർഗാനിക് മാങ്ങകളുടെ ബ്രാൻഡിംഗ് ഞാൻ ചെയ്യാം. നമുക്ക് ഇവിടെ വെച്ച് തന്നെ മാങ്ങ അച്ചാറുകളും മാംഗോ ജ്യൂസും മാങ്ങ കൊണ്ടുള്ള മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാകും. ഞാൻ അതിന് തയ്യാറാണ്. എങ്കിൽ ഗ്രാമത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇവിടുത്തെ മാമ്പഴം നമുക്ക് നഗരങ്ങളിൽ എത്തിക്കാം. അടുത്ത ദിവസം മുതൽ തന്നെ പൂജയും പൂനവും കൂടി ലൈസൻസിന്റെയും മറ്റു കാര്യങ്ങളുടെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, പൂനം, നിനക്ക് വളരെയധികം നന്ദി. നീ ഈ ഗ്രാമത്തിന്റെ മുഴുവൻ പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. പൂജ, എനിക്ക് നിന്റെ കൂട്ടുകാരിയിൽ വളരെയധികം അഭിമാനം തോന്നുന്നു. അതെ പപ്പ, ഇതൊക്കെ ഇവളെ ഞാനാണ് പഠിപ്പിച്ചത്. പൂനത്തിന് കുറച്ചു ദിവസം കൂടി ഇവിടെ നിന്നുകൂടെ? അതാ ഞങ്ങളുടെ ആഗ്രഹം. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. എന്റെ ജോലി നഗരത്തിലല്ലേ, കുടുംബവും അവിടെയാണ്. പൂജ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഗ്രാമമാണ് വളരെ ഇഷ്ടമെന്ന്. എന്റെ സഹോദരനൊരു മകനുണ്ട്, പുനീത്. അവന് കല്യാണ ആലോചന നടന്നു വരികയാണ്. അടുത്ത ഗ്രാമത്തിൽ അവന് വലിയ തോട്ടമൊക്കെ ഉണ്ട്. എന്താ, ആലോചിക്കാൻ പറയട്ടെ? ആരതിയുടെ വാക്കുകൾ കേട്ട് പൂനം ആകെ നാണിച്ചുപോയി. പൂനവും പൂജയും തമ്മിലുള്ള സൗഹൃദം അങ്ങനെ പിന്നെയും കൂടുതൽ ദൃഢമായി തുടർന്നു. ഇത് സുമന്റെ കഥയാണ്. അവൾക്ക് എല്ലാം അനുകരിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. അവളുടെ ഈയൊരു സ്വഭാവം കാരണം അവളുടെ ഭർത്താവും അമ്മായിയമ്മയും ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. സുമൻ ഒരു കൂട്ടുകാരിയുണ്ടായിരുന്നു, പേര് റീമ. അവളുടെ വീട് ഒരു കൊട്ടാരം പോലെയായിരുന്നു. സുമൻ എപ്പോൾ അവളുടെ വീട്ടിൽ പോകുന്നോ അവൾ അസൂയയോടെ എല്ലാ സ്ഥലങ്ങളും നോക്കി നിൽക്കും. എന്നിട്ട് വീട്ടിൽ വന്ന് അതുപോലെ തന്റെ വീട്ടിലും ചെയ്യും. സുമൻ, ഈ പണം ഞാൻ വീട്ടിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി തന്നതാ. നീ ആ പൈസ കൊണ്ട് സോഫയ്ക്കൊക്കെ കവർ വാങ്ങിയിട്ടിരിക്കുന്നു. ഒന്നാമത് ഒരുപാട് സോഫ കവറുകളും വാങ്ങി പെയിന്റിങ്സ്, അലങ്കാര വസ്തുക്കൾ എല്ലാം നീ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയും എന്തൊക്കെ സാധനങ്ങൾ വേണം? ഇതെല്ലാം അനാവശ്യ ചിലവാ. ഞാനിപ്പോൾ എന്തു പറഞ്ഞാലും നിനക്ക് തെറ്റായി തോന്നും. ആദ്യം നീ ഇത്രയും വില കൂടിയ സോഫ വാങ്ങി. അന്ന് അനിലിന് വൈഷിനെയും റിയയെയും സ്കൂളിൽ ചേർക്കേണ്ട സമയമായിരുന്നു. പൈസ മരത്തിൽ കായ്ക്കുന്നതൊന്നുമല്ല മോളെ, അതിങ്ങനെ അനാവശ്യമായി ചിലവഴിച്ചു കളയാൻ. ലാഭിക്കാൻ പഠിക്കൂ. അനാവശ്യ ചെലവുകൾ കൂടി വരികയാ. എന്റെ കൂട്ടുകാരി റീമയെ നോക്ക്. എന്തു വലിയ വീടാ. അവളുടെ വീട്ടിൽ പോയപ്പോഴാ മനസ്സിലായത് ഞാനൊരു മാളികയിലേക്കാ പോയിരിക്കുന്നതെന്ന്. ഇതെന്റെ വീടാ. ഇവിടെയും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്കാഗ്രഹം കാണില്ലേ? സുമൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. അവൾക്ക് എന്തു തോന്നുന്നോ അത് തന്നെ ചെയ്യും. ഒരിക്കൽ സുമൻ റീമയോടൊപ്പം നാത്തൂൻ പല്ലവിയുടെ അടുത്തേക്ക് പോയി. റീമയുടെ നാത്തൂൻ പല്ലവി നല്ല പൈസക്കാരിയാണ്. പല്ലവി, ഇതെന്റെ ഫ്രണ്ട് സുമൻ. നിന്നെ കാണണമെന്ന് ഇവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇന്ന് വിളിച്ചുകൊണ്ട് വന്നത്. ആഹാ, അതുകൊള്ളാമല്ലോ. ഇരിക്ക്, ഞാൻ ചായയും കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. രാമു, എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവാ. പല്ലവി, നിന്റെ അടുക്കള നല്ല രസമുണ്ടല്ലോ. പല്ലവിയുടെ അടുക്കള കണ്ണാടി പോലെയാ, അതുകൊണ്ടാ തിളങ്ങുന്നത്. കുറച്ചു ദിവസം മുമ്പാ അവളിവിടെ പുതിയ അടുക്കള പണിഞ്ഞത്. എന്റെ ഒരു ഫ്രണ്ടുണ്ട്. ആ അടുക്കളയും കണ്ണാടി പോലാ. എനിക്ക് ആ അടുക്കള കണ്ടപ്പോൾ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ചിന്തിച്ചു, ഞാനും അതുപോലൊരു അടുക്കളയങ്ങ് പണിതേക്കാമെന്ന്. കുറച്ചു ദിവസം മുമ്പാ പുതിയ അടുക്കള പണിഞ്ഞത്. കണ്ണാടി അടുക്കള കണ്ട് സുമന്റെ മനസ്സിൽ അസൂയ തോന്നി. അവൾ മനസ്സിൽ ചിന്തിച്ചു, തന്റെ അടുക്കളയും കണ്ണാടി പോലാക്കാമെന്ന്. വീട്ടിൽ ചെന്ന് സുമൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് കണ്ണാടി കൊണ്ടുള്ള അടുക്കള വേണം. എന്താ കണ്ണാടി അടുക്കളയോ? ഒന്നാമത് ഇവിടെ ചിലവിന്മേൽ ചിലവാ. ഇതിനുവേണ്ടി എത്ര ചിലവാകുമെന്നാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? റീമയുടെ നാത്തൂനും ചെയ്തിട്ടുണ്ടല്ലോ. അവരുടെ വീട്ടിൽ ആരും എതിര് നിന്നില്ല. റീമയുടെ നാത്തൂന്റെ കയ്യിൽ പണമുണ്ട്. അവൾക്ക് അവളുടെ സൗകര്യത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ നമുക്കത്രയും ചിലവ് ഏറ്റെടുക്കാൻ പറ്റില്ല മോളെ.
അനിൽ തന്നെയാണ് കുടുംബം നോക്കുന്നത്. നീ പിന്നെ കുറച്ചുകൂടി ചിലവുകൾ അവനെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ എപ്പോഴും ഒഴിവ് കഴിവ് പറയുക. എനിക്കും എന്റെ കൂട്ടുകാരികളെ പോലെയാകണം. അവർ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ പോലെ എല്ലാം എനിക്കും വേണം. അവരുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ. അടുത്ത മാസം റീമയുടെ നാത്തൂൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്കും അവളെ കാണിക്കണം. എന്റെ അടുക്കള കണ്ണാടി കൊണ്ടുള്ളതാന്ന്. സുമൻ ആര് പറയുന്നതും കേട്ടില്ല. അവൾക്ക് കണ്ണാടി കൊണ്ടുള്ള അടുക്കള വേണം. അവൾ ഇക്കാര്യത്തിന് ശാഠ്യം പിടിച്ചുകൊണ്ടേയിരുന്നു. അനിൽ കുറെ ചിലവഴിച്ച് സുമന്റെ സന്തോഷത്തിനായി കണ്ണാടി കൊണ്ടുള്ള അടുക്കള ഉണ്ടാക്കാൻ സമ്മതം മൂളി. ദിവസങ്ങൾക്കുള്ളിൽ തിളങ്ങുന്ന കണ്ണാടി കൊണ്ടുള്ള അടുക്കള തയ്യാറായി. അതുവരെ എല്ലാം ഓക്കെയായിരുന്നു. എന്നാൽ ഒരു ദിവസം കുറച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അവർ ബോൾ ആഞ്ഞടിച്ചപ്പോൾ ബോൾ നേരെ സുമന്റെ കണ്ണാടി കൊണ്ടുള്ള അടുക്കളയിൽ തട്ടി. ഒരു വശം പൊട്ടുകയും ചെയ്തു. ദൈവമേ, എന്തുപറ്റി? എന്തെങ്കിലും പൊട്ടിയോ? മുത്തശ്ശി, താഴെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അങ്ങനെയാ ബോൾ വന്നത്. നോക്കൂ, എല്ലാം പൊട്ടിപ്പോയി. നിനക്കറിയില്ലേ ഇത്? അടുക്കളയിൽ കണ്ണാടി മാത്രമേ ഉള്ളൂ. മുത്തശ്ശി, അടുക്കളയ്ക്കൊന്നുമില്ല. അമ്മയും ചന്തയിൽ പോയിരിക്കുക. പെട്ടെന്ന് സുമനും അനിലും വന്നു. ഇനിയും പണി ഇതുപോലത്തെ അടുക്കള. പോയി നോക്ക് അടുക്കളയുടെ അവസ്ഥ. കുട്ടികൾ പന്ത് കളിച്ച് അടുക്കളയുടെ കണ്ണാടി തകർത്തു. ഇനി ശരിയാക്കണം. ശരിയാക്കിയില്ലെങ്കിൽ വല്ല പൂച്ചയോ എലിയോ വല്ലോ അകത്ത് കയറും. കുട്ടികളുടെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. ഞാനൊന്നു പോയി പറഞ്ഞിട്ട് വരട്ടെ. പിള്ളാരെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? തെറ്റ് നിന്റേതാ. നീയല്ലേ ഈ കണ്ണാടി അടുക്കളയൊക്കെ ഉണ്ടാക്കിയത്. വീട്ടിലാരെങ്കിലും ഇങ്ങനത്തെ അടുക്കള പണിയുമോ? ഇതൊക്കെ വല്ല ഹോട്ടലിലുമല്ലേ പണിയൂ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. തെറ്റ് നിന്റേത് തന്നെയാ. നിങ്ങളെന്തിനാ ഇപ്പൊ പ്രസംഗിക്കുന്നത്? അത് ശരിയാക്കാൻ അറിയാവുന്ന ഒരുത്തിനെ വിളിച്ചോണ്ട് വാ. അതിന് പൈസയാകും. ശരിയാക്കിയാലല്ലേ നടക്കൂ. ചൂടുകാലം എത്തിയപ്പോൾ അടുക്കളയിൽ പതിയെ ചൂട് കൂടാൻ തുടങ്ങി. സുമൻ ജനൽ തുറന്നിട്ടും എന്നിട്ടും അടുക്കളയിൽ ചൂടായിരുന്നു. ചൂടുകൂടിയപ്പോൾ അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അന്നുമുതൽ സുമന് കണ്ണാടി അടുക്കളയ്ക്കുള്ളിൽ എപ്പോഴും ചൂടടിക്കാൻ തുടങ്ങി. സുമൻ കുറച്ചു വിഷമത്തിലായി. എന്തുപറ്റി മോളെ, നീ എന്താ ഇത്ര വിയർത്തിരിക്കുന്നത്? ആ കണ്ണാടിന്ന് നല്ല ചൂട് വരുന്നു, അതുകൊണ്ട് വിയർത്തതാ. കണ്ണാടിയിൽ കൂടി സൂര്യവെട്ടം അടിക്കുന്നതാ. വൈകുന്നേരം ഭക്ഷണം ഉണ്ടാക്കാം. ഇപ്പോൾ അടുക്കളയിൽ നല്ല ചൂടാ. എല്ലാം നിന്റെ ഇഷ്ടം മോളെ. കുട്ടികൾ സ്കൂളിൽ നിന്നും വരുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും ചോദിക്കും. അത് കടയിൽ നിന്നും വാങ്ങാം. അങ്ങനെ ചൂടിന്റെ കാര്യം പറഞ്ഞ് സുമൻ അടുക്കളയിലേക്ക് കയറാതായി. കാരണം വെയിലടിച്ച് അടുക്കള ചൂടായിരുന്നു. അവൾ നിർബന്ധം പിടിച്ച് അടുക്കള കണ്ണാടിയുടേതാക്കി. എന്നിട്ടവൾ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നു. ഒരിക്കൽ റീമ നാത്തൂന്റെ ഒപ്പം അവിടേക്ക് വന്നു. എന്താ, കണ്ണാടിയുടെ അടുക്കള പണിതോ? നീ വലിയ തെറ്റ് ചെയ്തു സുമൻ. ഞാനാ കണ്ണാടിയുടെ അടുക്കള മാറ്റിയിട്ട് മോഡുലാർ കിച്ചൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കല്ലും തടിയും കൊണ്ടുള്ളതാ. എനിക്ക് കണ്ണാടിയിൽ കൂടി വെയിലടിച്ച് ഒരുപാട് ചൂടെടുക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച് ചെയ്തതാ, പക്ഷെ പിന്നെ അതൊരു പ്രശ്നമായി. കഴിഞ്ഞ മാസമേ മാറ്റി. നീ ഇപ്പോൾ വന്ന് അവിടെ നിന്ന് നോക്ക്. എന്റെ പുതിയ അടുക്കള നല്ല രസമുണ്ട്. റീമയുടെ നാത്തോൻ പല്ലവി പറയുന്നത് കേട്ട് സുമന്റെ മുഖം വാടി. അവൾ കന്നുകൊണ്ട് മനസ്സിലായി, അനുകരിക്കുന്നതിലൂടെ അവൾക്കൊന്നും തന്നെ കിട്ടില്ല. പകരം അനുകരിച്ച് കണ്ണാടി അടുക്കള പണിത് അവൾ തനിയെ ബുദ്ധിമുട്ടിലായി. അനിൽ നല്ല സ്വഭാവമുള്ളവനാണ്. അയാൾ സുമനെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അയാൾ ഒരിക്കൽ കൂടി അടുക്കള ശരിയാക്കി കൊടുത്തു. അമ്മേ, ഐ ആം സോറി. എനിക്കറിയാം എന്റെ അനുകരിക്കുന്ന സ്വഭാവം കൊണ്ട് ഒരുപാട് പൈസ ചെലവായി. ഞാൻ പ്രോമിസ് ചെയ്യാം, ഞാൻ ഇനി ഒന്നും ഒരിക്കലും അനുകരിക്കില്ല. എനിക്ക് എന്താണോ ആവശ്യമുള്ളത് അതിന് മാത്രമേ ഞാൻ ചെലവാക്കൂ. ഇങ്ങനെ വേണം ബുദ്ധിശാലികളായ മരുമക്കൾ. സന്തോഷമായി ഇരിക്കുമോളെ. അതിനുശേഷം സുമൻ തന്റെ സ്വഭാവം മാറ്റി. മറ്റുള്ളവരെ അനുകരിക്കുന്നതും നിർത്തി. അവൾക്ക് എന്ത് കാര്യമാണോ അത്യാവശ്യം, സുമൻ അതിനുവേണ്ടി മാത്രമേ പൈസ ചിലവാക്കിയുള്ളൂ. Thanks for watching.